കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്നേഹം നിന്നെ പിരിയുകയില്ല. അചഞ്ചലമായി നമ്മെ സ്നേഹിക്കുന്ന ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കും. ദിവ്യകാരുണ്യം സ്നേഹത്തിന്റെ കൂദാശയാണ്. ഈ അപ്പം ഐക്യത്തിന്റെ അടയാളവും കാരുണ്യത്തിന്റെ ബന്ധവുമാണ്. അതിനാൽ വരുവിൻ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാം. ഈശോ അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. ഓ ദൈവമായ കർത്താവേ, അൽത്താരയിലെ ദിവ്യകൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ പോഷിപ്പിക്കുകയും അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ കുർബാന എന്നത് കേവലം ഒരു അനുഷ്ഠാനമല്ല, മറിച്ച് ദൈവത്തിനും മനുഷ്യനോടുള്ള പ്രണയത്തിന്റെ അടയാളമാണ്. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശു പഠിപ്പിച്ചു. ആ സ്നേഹം ഇന്നും അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച അന്ത്യത്താഴ വിരുന്നിലെ ദിവ്യ സ്നേഹിത ഒറ്റിക്കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും ഉപേക്ഷിച്ചോടിയവരെയും ഹൃദയപൂർവ്വം സ്നേഹിത എന്ന് വിളിച്ചു. ശത്രുക്കളെ പോലും നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഹൃദയം കുർബാന കൈക്കൊള്ളുന്ന ഞങ്ങളിൽ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ സ്നേഹിക്കാൻ കഴിയാത്തവരെ സ്നേഹിക്കുവാനും ക്ഷമിക്കാൻ പ്രയാസമുള്ളവരോട് ക്ഷമിക്കുവാനുമുള്ള കരുത്ത് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ തിരുഹൃദയത്തിന് അനുയോജ്യമായ ഒരു വാസസ്ഥലമാക്കി മാറ്റണമേ. ആമേൻ.